പൊന്നിളം കിളി രാരിരാരിരോ രാരിരാരിരോ കൺമണിക്കിളി പൊന്നിളം കിളി താഴമ്പൂക്കൾ പൂത്ത ചേലു കാണാ പാട്ടുകേട്ട് കുഞ്ഞു തൊട്ടിലിൽ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവ് കണ്ടുവോ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമോ ആഗ്രഹമാണെന്ന് നീ വിചാരിക്കരുത്. മനസ്സുകൊണ്ട് ഞാൻ എന്ന നന്ദേട്ടന്റെ പക്ഷത്താ. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ചേച്ചി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നന്ദേട്ടനെതിരെ വലിയൊരു പടയൊരുക്കമായിട്ടാ എല്ലാരും എത്തിയിരിക്കുന്നത്. എല്ലാത്തിന്റെ പിന്നിലും ജയേട്ടന്റെ ബുദ്ധിയാ. നന്ദേട്ടന്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ നിന്നും ഞങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്ന് പറയാനാ ഈ വരവ്. ഒഴിവാക്കാനോ? എന്തിന്? ജയേട്ടനും കൃഷ്ണേട്ടനും കൂടെ വേറൊരു കമ്പനി തുടങ്ങാൻ പോകുന്നത്രേ. നന്ദേട്ടന്റെ കൂടെ മാസശമ്പളക്കാരായി ജോലി നോക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന്. അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ നന്ദേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുതന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ മറ്റുള്ളവരെല്ലാം നിർബന്ധിക്കുമ്പോ എനിക്ക് മറുത്തൊന്നും പറയാൻ കഴിയില്ല. എന്റെ പേരിലുള്ള ഷെയറും ജയേട്ടൻ തിരികെ വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പാ. കാര്യങ്ങളൊക്കെ മീനു വെച്ച് പറഞ്ഞില്ലേ? അവർക്ക് രണ്ടാൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുള്ളപ്പോ ഞങ്ങളായിട്ട് എതിര് നിൽക്കുന്ന ശരിയല്ലല്ലോ. ഒന്നോർത്താ അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. പാർട്ട്നേഴ്സാന്ന് വെറുതെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ അതിന്റെ ഗുണം വല്ലതും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇത്രയും നാള് നന്ദേട്ടൻ ഞങ്ങളെ വളരെ തന്ത്രപൂർവ്വം കളിപ്പിക്കുകയായിരുന്നു. ഇനി അത് പറ്റില്ല. നീ എന്താ പറഞ്ഞത്? നന്ദേട്ടൻ നിങ്ങളെയൊക്കെ പറ്റിച്ചെന്നോ? എങ്ങനെ എങ്ങനെ പറ്റിച്ചെന്ന്? അറിയാൻ വയ്യാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ നിൽക്കരുത് അശ്വതി. മീനു വെച്ചൊരു ചോദിച്ചു നോക്ക്. പറ്റിച്ചും ചതിച്ചുമായിരുന്നെങ്കിൽ നന്ദേട്ടൻ ഇന്നത്തെ നിലയിലെത്താൻ ഇത്രയും സമയം വേണ്ടി വരില്ലായിരുന്നു. ഏട്ടത്തെ സ്വന്തം ഭർത്താവിന്റെ പക്ഷം പറയും പോലെ തന്നെയാ ഞങ്ങളുടെ കാര്യവും. അവരായിട്ടൊരു തീരുമാനം എടുക്കുമ്പോ ഞങ്ങളും അവർക്കൊപ്പം നിൽക്കണ്ടേ? അശ്വതി, നീ എന്താ ഇങ്ങനെ? കണക്കും കാര്യങ്ങളൊക്കെ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. നമുക്കിടയിൽ അത് വേണോ? വേണം. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ലായിരിക്കും. ഞങ്ങൾ കൂടി അനുഭവിക്കേണ്ട വക നന്ദേട്ടൻ ഏട്ടത്തിയുടെ പേർക്കല്ലേ മാറ്റുന്നത്. അപ്പൊ പിന്നെ കണക്കറിയേണ്ട കാര്യമില്ലല്ലോ. അശ്വതി, വേണ്ട.
എന്തിനാ സംസാരിച്ച് മുഷിയുന്നെ? നന്ദേട്ടൻ വരട്ടെ. തീരുമാനം എടുക്കേണ്ടത് ഏട്ടനല്ലേ? നീ ഇതൊന്നും കാര്യാക്കണ്ട. അവളുടെ പ്രകൃതം അങ്ങനെയാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾക്കൊപ്പാണെന്ന് പറഞ്ഞ് ജേട്ടൻ വഴക്കുണ്ടാക്കും. കണ്ട് തലയ്ക്ക് പിടിച്ച സ്ഥലവും സന്ദർഭമൊന്നും ആർക്കും ഒരു വിഷയമല്ല. ഞാൻ പറയാനുള്ളത് ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അപ്പൊ ഏട്ടത്തിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. കൃഷ്ണ പോന്നു? കുറച്ചേരായി. കൃഷ്ണേട്ടൻ മാത്രല്ല, ജയേട്ടനും മീനുവേച്ചിയും അശ്വതിയൊക്കെ ഉണ്ട് മോളില്. എന്താ എല്ലാരും കൂടി? ഒന്നുമില്ല, നന്ദേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. എല്ലാരും കൂടി വന്നെങ്കിൽ കാര്യം എന്തെങ്കിലും കാണാതിരിക്കില്ല. എന്താടോ സത്യം പറ. പറയാം, പക്ഷേ നന്ദേട്ടൻ പ്രശ്നത്തിനൊന്നും പോകരുത്. അതെനിക്ക് വാക്ക് തരണം. താൻ ആദ്യം കാര്യം പറ. പ്രശ്നത്തിന് പോണോ വേണ്ടെന്ന് പിന്നീട് തീരുമാനിക്കാം. നന്ദേട്ട പ്ലീസ്, ഞാൻ പറയുന്ന അനുസരിക്ക്. അവരിങ്ങോട്ട് പറയുന്നവരെ ഒന്നും അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കരുത്. മോനോടെ? മീനുവേച്ചിയുടെ അടുത്ത്. അവര് വന്നത് നമ്മുടെ കമ്പനിയുടെ പേരിൽ അവർക്കുള്ള ഷെയർ തിരിച്ചു വാങ്ങാനാ. ഷെയർ തിരിച്ചു വാങ്ങാൻ അവർക്കെന്താ അവകാശം? അതൊന്നും എനിക്കറിയില്ല. ജയേട്ടനും കൃഷ്ണേട്ടനും കൂടി എന്തോ പുതിയ ബിസിനസ് തുടങ്ങാനത്രേ. ദേ, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നന്ദേട്ടൻ വേണം ക്ഷമിക്കാൻ. എല്ലാരും സ്വന്തം ആൾക്കാരാ, അത് മറക്കരുത്. എന്നെ വിഷമിപ്പിക്കരുത്. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. കുടുംബിനി പരമ്പര തുടരുന്നു. എല്ലാരും ഉണ്ടല്ലോ. വന്നത് വെറുതെ ആവില്ലെന്നറിയാം. പറ, എന്താ വിശേഷിച്ച്? ഞാനും കൃഷ്ണനും കൂടി പുതിയ ചില ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഏട്ടനുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി വന്നതാ. ഓ, അത് ശരി. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രീതിയിൽ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അത് കൺസ്ട്രക്ഷൻ കൂടാതെ ഈ മാർബിളിന്റെയും മറ്റേ സാനിറ്ററി വെയർസിന്റെയൊക്കെ ഒരു ബൾക്ക് ഏജൻസി കൂടി തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. ഓക്കെ, പക്ഷേ തുടക്കത്തിലെ ഇങ്ങനെ ഒരുപാട് ടാർഗറ്റ് വേണോ? മുതൽ മുടക്കുന്നത് ഏതെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണെങ്കിൽ അതാവും കുറെ കൂടി നല്ലത്. ഐ മീൻ ഫ്യൂച്ചർ സ്കോപ്പുള്ള ബിസിനസ്. ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. വർഷം കുറച്ചായല്ലോ ഇതൊക്കെ അറിയാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ വന്നത് ഏട്ടനോട് ഇതിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനാ. മനസ്സിലായില്ല? മുതൽ മുടക്കില്ലാതെ പറ്റില്ലല്ലോ. അതിന് ഒരു വഴിയേ മുന്നിലുള്ളൂ.
ജ്യോതി അസോസിയേറ്റ്സിലെ ഞങ്ങളുടെ ഷെയർ പിൻവലിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തടിസ്ഥാനത്താണ് നിങ്ങളത് സ്വയം തീരുമാനിച്ചത്? അതിനുള്ള സമ്മതം തരേണ്ട ഞാനല്ലേ? തൽക്കാലം അത് സമ്മതിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അങ്ങനെ ഒരാൾ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാനാണെങ്കിൽ ഡയറക്ടേഴ്സ് ബോർഡിന്റെ ആവശ്യം എന്താ? ഈ കമ്പനിയുമായി തുടർന്നു പോകാൻ ഷെയർ ഹോൾഡേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ? താല്പര്യമില്ലെങ്കിൽ പിന്മാറാം, ഞാൻ വയ്ക്കുന്ന ഉപാധികളോടെ. എന്താ, തയ്യാറുണ്ടോ? അത് എവിടുത്തെ നിയമമാണ് നന്ദേട്ടാ? പറയാം. എന്റെ ഭാര്യ ജ്യോതി ഉൾപ്പെടെ നിങ്ങൾ 5 പേരാണ് കമ്പനിയുടെ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ആയതെന്ന് ആരും മറന്നിട്ടില്ലല്ലോ. അതുകൂടാതെ കമ്പനിയിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ഉണ്ടായിരുന്നു. വെറും ശമ്പളം പറ്റാൻ മാത്രമുള്ള പോസ്റ്റ്. അങ്ങനെ ലാഭവിഹിതവും അർഹിക്കുന്നതിൽ കൂടുതൽ ശമ്പളവും തന്ന് ഞാൻ നിങ്ങളെ കൂടെ നിർത്തി. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. അവകാശം ചോദിച്ച് കൂടപ്പിറപ്പുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഏട്ടൻ പഴയതൊക്കെ ഓർത്തു പോവാ. പഴങ്കഥകളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാ. ഷെയറിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാ പറ. പറയാം, തീർച്ചയായിട്ടും പറയാം. എന്റെയും ജ്യോതിയുടെയും പഴങ്കഥകൾ നിനക്ക് മടുക്കുമായിരിക്കും. പക്ഷേ ഈ നിൽക്കുന്ന എന്റെ അനുജന് അത്ര പെട്ടെന്നൊന്നും അത് മറക്കാനാവില്ല ശ്രുതി. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് ഭർത്താവിനോട്. നീ മോഹിച്ച് സ്വന്തമാക്കി ഇവനെ ഈ നിലയ്ക്കാക്കിയത് എന്റെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതൊന്നും ആർക്കും നിഷേധിക്കാനാവില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും നേടിയതാണ് ഞാനിതെല്ലാം. അതൊക്കെ ധൂർത്തടിച്ച് കളയാൻ ഞാൻ തരില്ല. ബിസിനസ് തുടങ്ങണമെന്നുള്ളവർക്കാവാം, സ്വന്തം കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇതിന്റെ പേരിൽ കമ്പനി വിട്ടുപോകാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അതിനെ അറിയിക്കണം. ശമ്പളം മാത്രമേ കുറയൂ, ലാഭത്തിന്റെ ഒരു ഓഹരി അപ്പോഴും കൈ കിട്ടും. കൂടപ്പിറപ്പുകളോടുള്ള ഏട്ടന്റെ സൗജന്യം. തിരിച്ചറിവായ കാലം മുതൽ എന്നെ സ്നേഹിക്കാനും സഹായിക്കാനും തയ്യാറായ ഇവൾ എന്റെ കൂടെ ഉള്ളിടത്തോളം നിങ്ങളുടെയൊക്കെ പിരിഞ്ഞുപോക്ക് എനിക്കൊരു പ്രശ്നമേ അല്ല. കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കൊരു വീടുണ്ടായിരുന്നു. കൊച്ചൊരു വീട്. അതിനുള്ളിൽ സഹോദരങ്ങളുമായി തണുത്ത് പറിച്ച് പട്ടിണി കിടക്കുമ്പോൾ ഇവള് കൊണ്ടുവന്നിട്ടുണ്ട് ആഹാരം. പ്രായത്തിന് ഒരുപാട് അന്തരമുണ്ടായിട്ടും എന്റെ ജീവിതത്തിലേക്ക് വരാൻ ഇവള് വാശി പിടിച്ചപ്പോ ഞാൻ തയ്യാറായത് നിങ്ങളീ പുച്ഛിച്ചു തള്ളിയ പഴങ്കഥകളുടെ സ്മരണ കൊണ്ടാണ്. കഴിഞ്ഞതൊന്നും ആരും മറന്നു പോരുത്. സ്വന്തം ജീവിതത്തെക്കാൾ കൂടപ്പിറപ്പുകളെ സ്നേഹിച്ചവനാ ഞാൻ. ആ ഏട്ടനോട് അവകാശങ്ങളുടെ കണക്ക് ചോദിക്കാൻ വരരുത്. എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ജീവിക്കാനുള്ളത് ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് തന്നെ വിട്ടുതരാം. അത് സംരക്ഷിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമാവുന്ന കാലത്ത്. അതുവരെ ഇതിന്റെയൊക്കെ അവകാശം ഏട്ടൻ തന്നെ ഇരിക്കട്ടെ. സോറി, ഷെയറിന്റെ കണ്ടീഷൻസ് പറയാൻ ഞാൻ മറന്നു. നിങ്ങളുടെയൊക്കെ ഷെയർ എങ്ങനെ ഉണ്ടായി? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു ഷെയർ അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ കമ്പനിയിൽ ഷെയർ നേടാൻ 5 ലക്ഷം രൂപ വീതം നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ തന്നു. നിങ്ങളത് ഈ കമ്പനിയിൽ മുതൽ മുടക്കി. രേഖകളൊന്നുമില്ലെങ്കിലും നിയമം അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അന്നും ഇന്നും. എന്താ, അതല്ലേ സത്യം? നിയമസാധൂകരണമില്ലെങ്കിലും നമ്മുടെ ബിസിനസ് പാർട്ണർഷിപ്പ് ഇങ്ങനെ തുടർന്നാ പോരെ? മതി, അതാ എന്റെ തീരുമാനം. കാരണം ദേ ഈ നിൽക്കുന്ന പെൺകുട്ടികൾ നാളെ ഒരു കാലത്ത് പട്ടിണി കിടക്കാൻ പാടില്ല. അതിനുള്ള എന്റെ ഒരു മുൻകരുതൽ. ഓക്കെ? കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും.
കുടുംബിനി പരമ്പര തുടരുന്നു. ഏട്ടാ, ഏട്ടന്റെ മുന്നിൽ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി വരണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒന്നും മറന്നുപോയിട്ടല്ല ഈ അല്പത്തരത്തിന് കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറായത്. ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ ഒരു ഭാര്യയ്ക്കും കുഞ്ഞിനും ജീവിതം വഴിമുട്ടരുതെന്ന് കരുതിയിട്ട. ഏട്ടന്റെ സങ്കടം കണ്ടപ്പോ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. നീ ഒരിക്കലും ഏട്ടനെ വിഷമിപ്പിക്കില്ലെന്നറിയാം. പക്ഷേ അപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെയും ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. പോട്ടെ, സങ്കടപ്പെടണ്ട. ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞല്ല ഞാൻ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഏട്ടാ? ഇതേ ചൊല്ലി കുറെ നാളായി തുടങ്ങിയ ബഹള. ജേട്ടന്റെ ധാരാളിത്തത്തിന് എത്ര കാശ് കിട്ടിയാലും മതിയാവില്ല. കുറച്ചൊക്കെ ഞാനും അറിയുന്നുണ്ട്. കഴിഞ്ഞ മാസം എൻ്റെ ക്ലയൻസ് ആണെന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാരെ വിളിച്ച് ട്രീറ്റ് നടത്തിയതിൻ്റെ ബില്ല് എത്രയാണെന്ന് നിനക്കറിയോ? 17,000. പിന്നെ ഹോട്ടലിൽ തല്ലുണ്ടാക്കിയതിൻ്റെ വക വേറെയും. ഷെയർ ചോദിക്കുന്നത് പുതിയ ബിസിനസ്സിന് വേണ്ടിയൊന്നും അല്ലെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് എന്നെ വിരട്ടി കുറച്ച് കാശ് വാങ്ങുമല്ലോ. എന്ത് ഭാവിച്ച അവനിങ്ങനെയൊക്കെ? അവൻ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ പറഞ്ഞ പോലെ കുറച്ചൊക്കെ സഹിക്കാൻ ശ്രമിക്കുക. തീരെ സഹിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ ശ്രീകുട്ടിയെ കൊണ്ട് നേരെ ഇങ്ങ് പോന്നേക്കുക. വേണ്ട ഏട്ടാ, അതിനൊന്നും ഞാൻ അവസരം ഉണ്ടാക്കില്ല. ഇഷ്ടമില്ലാത്തൊക്കെ അനുസരിക്കാൻ എനിക്കിപ്പോ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് അവർക്കൊപ്പം വരേണ്ടി വന്നത്. പോവാൻ തയ്യാറായി പുറത്തു നിൽക്കുക എല്ലാരും. ഏട്ടനെ കണ്ട് ഇതൊന്നും പറയാതെ പോവാൻ തോന്നിയില്ല. കാരണം എനിക്ക് ഏട്ടനും വേണം, എന്റെ ഭർത്താവും വേണം. പോയിട്ടോ. എന്തിനാ നന്ദേട്ട ഇപ്പോഴും അതൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നെ? പോട്ടെ, ഒക്കെ അവരുടെ വിവരക്കേട്. ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിലും ഞാൻ ആരെ ഒഴിവാക്കിയിരുന്നില്ലല്ലോ. നിനക്കും അറിയാവുന്നല്ലേ അതൊക്കെ. എന്നിട്ടും എല്ലാവരും കൂടി നന്ദേട്ടാന്ന് തികച്ചു വിളിക്കില്ലായിരുന്നു കൃഷ്ണൻ. അവൻ പോലും എന്റെ മുമ്പിൽ ഒരു അന്യനെ പോലെ സംസാരിക്കുന്ന കണ്ടപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ അവർക്ക്. മീനി ചേച്ചിയും കൃഷ്ണേട്ടനും ഒന്നും മനഃപൂർവ്വം വന്നതല്ലല്ലോ. അശ്വതിയുമായുള്ള വിവാഹത്തിന് ഞാൻ തടസ്സം പറഞ്ഞപ്പോ കൃഷ്ണന്റെ പക്ഷം കൂടി അതിന് സമ്മതം വാങ്ങിയത് നീയല്ലായിരുന്നോ? എന്നിട്ടിപ്പോ അവളുടെ നാവിന്നും കേൾക്കേണ്ടി വന്നില്ലേ? ആ കുട്ടി ഇത്തിരി പ്രശ്നക്കാരിയാണെന്ന് അന്നേ തോന്നിയതാ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പാവം മീനി ചേച്ചി ആകെ സങ്കടപ്പെട്ട പോയിരിക്കുന്നെ. ജയേട്ടൻ അതിനെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. അവളുടെ കാര്യത്തിൽ ഞാനും അല്പം ഉപേക്ഷ വിചാരിച്ചു. തിരക്കിനിടയിൽ പലപ്പോഴും അവളെ ചെന്ന് അന്വേഷിക്കാൻ മറന്നുപോയി. അതാ ജയനു ഇത്ര ധൈര്യം കാട്ടുന്നത്. കൂടെപ്പിറപ്പുകളുടെ കുറ്റം പറഞ്ഞു തുടങ്ങിയ നന്ദേട്ടൻ ഇപ്പൊ എവിടെ ചെന്ന് നിൽക്കുന്നെ? ഞാൻ പറയാറില്ലേ, നന്ദേട്ടൻ ആരെയും വെറുക്കാൻ കഴിയില്ല. പുറമേ കാണുന്ന ഈ ഗൗരവേ ഉള്ളൂ. ഇപ്പൊ സങ്കടമൊക്കെ മാറിയില്ലേ? എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. അങ്ങനെ ഉണ്ടാവണം. അതല്ലേ മോളെ ജീവിതം, അല്ലേ?
ഉണർന്നു ആവോ? ഉണരാതെ പിന്നെ ക്ഷേത്രത്തിൽ നമ്മൾ ഒരുപാട് നേരം എടുത്തില്ലേ? അതെ, മോളെ കാര്യം നോക്കാൻ അമ്മയുടെ അടുത്തില്ലേ? നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. എനിക്കിന്ന് പിടിപ്പത് ജോലിയുള്ള ദിവസമാണ്.